നമ്മൾ പിന്നെ മോംസൺ വോയിസ് തുടങ്ങിയ മുതൽ ജെയ്സലിന് ഒരുപാട് ക്വസ്റ്റ്യനാണ്. ഓക്കെ, ജെയ്സലെ എല്ലാ പരാതിയും നമുക്ക് ഇന്ന് തീർക്കാം. എന്തൊക്കെയാണ് കാര്യങ്ങൾ, എന്താണ് പ്രശ്നം, നിങ്ങൾ പറഞ്ഞത് അത് നമുക്ക് അതിനുള്ള മറുപടി ഞാൻ തരാം. അല്ല, സാധാരണഗതിയിൽ നമ്മുടെ യൂട്യൂബ് ചാനലിന്റെ താഴെയാണെങ്കിലും നമ്മുടെ ഇൻസ്റ്റാഗ്രാമിലാണെങ്കിലും DM-ലും കോമന്റിലും എല്ലാം ആൾക്കാർ ചോദിക്കുന്ന ഒരുപാട് ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഞാൻ ദിവസം ഇവരുടെ അടുത്ത് ഇങ്ങനെ ചോദിക്കാറുണ്ട്. ഇപ്പോൾ നമ്മുടെ ബോസ് ഹിംസെൽഫ് നമ്മുടെ മുന്നിലുണ്ട്, പ്ലസ് നമ്മുടെ കൂടെ അഖിൽ ബ്രോ ഉണ്ട്. അഖിൽ ബ്രോ ആണ് നമ്മുടെ ഇതിന്റെ ടെക് കാര്യങ്ങളെല്ലാം ഹാൻഡിൽ ചെയ്യുന്നത്. രണ്ടുപേരെ കാര്യപ്പെട്ട രണ്ടാൾക്കാർ അതേപോലെ പിടിച്ചിട്ടിരുത്തിയതാണ്. നല്ല തിരക്കിൽ ഓടുന്ന ആൾക്കാരാണ്. സോ ആ തിരക്കിനിടെ ചോദിക്കാൻ വേണ്ടി പറ്റിയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ്. കഴിഞ്ഞ ദിവസം ഒരാൾ നമ്മുടെ DM-ൽ വന്ന് ചോദിച്ചൊരു ചോദ്യമാണ്, നിങ്ങൾ ഈ ആപ്പ് എന്തിനാണ് ഉണ്ടാക്കിയത്? നിങ്ങൾക്ക് പൈസ ഉണ്ടാക്കാൻ ഉണ്ടാക്കിയതല്ലേ? തീർച്ചയായിട്ടും ഏതൊരു ബിസിനസ്സും ഒരാൾ തുടങ്ങുന്നത് നമ്മളെ ബിസിനസ് അല്ലെങ്കിൽ നമുക്ക് പണം ഉണ്ടാക്കുക അല്ലെങ്കിൽ നമ്മൾ ഇതിൻ്റെ അകത്തുനിന്ന് പ്രോഫിറ്റ് ഏൺ ചെയ്യുക എന്നുള്ള കാര്യത്തിന് വേണ്ടിയിട്ട് തന്നെയാണ് നമ്മൾ ഇത്തരം പ്ലാറ്റ്ഫോമുകൾ ഓരോ ആൾക്കാരുണ്ടാക്കുന്ന ഓരോ ബിസിനസ്സിൻ്റെയും ബേസിക് എന്ന് പറയുന്നത് പ്രോഫിറ്റ് ഏൺ ചെയ്യുക എന്നുള്ളതാണ്. പക്ഷേ ഇതിൻ്റെ അകത്ത് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ സ്കില്ല് ഷോക്കേസ് ചെയ്യുന്ന ഒരു ലേഡീസിൻ്റെ അടുത്തുനിന്ന് ഒരു ദിറംസ് പോലും അല്ലെങ്കിൽ ഒരു രൂപ പോലും നമ്മൾ എന്ത് ചെയ്യുന്നില്ല, ഇതിലേക്ക് വാങ്ങിക്കുന്നില്ല. അവർക്ക് 100% ഫ്രീ ആയിട്ട് യൂസ് ചെയ്യാനുള്ള പ്ലാറ്റ്ഫോമാണ് നമ്മൾ കൊടുത്തത്. പിന്നെ ആളുകൾ ചോദിക്കുന്ന ചോദ്യങ്ങൾക്കുള്ള മറുപടി പറഞ്ഞാൽ ഇത് നമ്മൾ കോർപ്പറേറ്റ് അല്ലെങ്കിൽ B2B സെക്ഷൻ എന്നാണ് നമ്മൾ ഏൺ ചെയ്യുന്നത്. അതായത് ലേഡീസിന് വേണ്ടി ഓരോ എക്യുപ്മെൻറ്റ്സ് അല്ലെങ്കിൽ അവർക്ക് വേണ്ടി ഓരോ പ്രൊഡക്റ്റുകൾ ഇതിൽ അഡ്വർടൈസ്മെൻറ്റ് ചെയ്യാനുള്ള ഒരു നല്ലൊരു സ്പേസ് നമ്മൾ ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പം മാർക്കറ്റിംഗ് സ്പേസ് പ്ലസ് മാർക്കറ്റ് പ്ലേസ് കൂടിയാണിത്. അതായത് കാശുണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതിലേക്ക് രജിസ്റ്റർ ചെയ്യുന്ന ആളുകളുടെ കയ്യിൽ നിന്നല്ല, അതിനുള്ള വഴി ഇതൊരു മാർക്കറ്റ് സ്പേസ് ആക്കുന്നതിലൂടെ അവിടെ അഡ്വർടൈസ്മെൻറ്റ് പോലെയുള്ള സംഗതികൾ കൊണ്ടുവന്ന് വലിയ വലിയ മറ്റേ ബിസിനസ് ബ്രാൻഡുകളിൽ നിന്ന് പൈസ സ്വീകരിക്കുന്ന നിലപാടാണ്. കറക്റ്റ് അല്ലേ? അതാണ് നമ്മൾ കൃത്യമായിട്ട് ചെയ്യുന്നത്. അല്ലാണ്ട് പൈസ ഉണ്ടാക്കാൻ വേണ്ടി മാത്രം ആരെയൊന്നും എന്തെങ്കിലും വാങ്ങിക്കുക എന്നുള്ളൊരു നിലപാട് മോംസൺ വൈബ്സ്. എനിക്ക് തോന്നുന്നത് തുടക്കം മുതലാകില്ലേ ഞാൻ മനസ്സിലാക്കുന്നത് ആളുകൾ എന്തോ ഒരു ജനങ്ങളെ പറ്റിക്കാൻ വേണ്ടി ഇറങ്ങിയ ഒരു തെറ്റിദ്ധാരണ ഉണ്ട്. അതായത് സ്റ്റാർട്ടിങ്ങിൽ വന്ന കുറേ ആളുകളുടെ ഡൗട്ടൊക്കെ ഇപ്പോൾ തീർന്ന് കുറേ ആൾക്കാർക്ക് ഇപ്പോഴും ഡൗട്ടാണ്. ഇതിൽ ഏറ്റവും വലിയ രസം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ അടുത്ത് വന്നൊരു DM എന്താ അറിയാമോ, ലാപ്ടോപ്പ് നിങ്ങൾ വാങ്ങിച്ചു തരുമോ പണിയെടുക്കാനുള്ളത് എന്നുള്ളത്. അപ്പോൾ ചില ആളുകൾക്ക് അത് മനസ്സിലായില്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാകുന്നത്. അപ്പോൾ അതിനൊക്കെയുള്ള മറുപടിയാണ് നമ്മളിപ്പോൾ ഇന്ന് വീഡിയോയിൽ നമുക്ക് പറയാൻ പോകുന്നത്. തീർച്ചയായിട്ടും കാര്യം ചില സമയങ്ങളിലെങ്കിലും ആൾക്കാർ ഇപ്പം ഇത് തുടങ്ങാനുണ്ടായ സാഹചര്യത്തിനെ കുറിച്ച് നിങ്ങൾ തന്നെ എൻ്റെ അടുത്ത് കുറച്ച് മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് ലോക്ക്ഡൗൺ സമയത്താണെന്നുണ്ടെങ്കിലും ആളുകൾ വർക്ക് ഫ്രം ഹോം എന്നുള്ളൊരു പുതിയ കൾച്ചറിനെ അഡാപ്റ്റ് ചെയ്ത് തുടങ്ങുന്ന സമയത്ത് അത് കഴിഞ്ഞതിന് ശേഷം ഇങ്ങനെ ഒരു സംഗതി വരുന്നു എന്ന് പറയുമ്പോൾ അഖിൽ ബ്രോ ആൾക്കാരെല്ലാവരും വിചാരിച്ചിരിക്കുന്നത് വീട്ടിലിരുന്ന് പണിയെടുക്കാനുള്ള അവസരമുണ്ട്, എല്ലാവരും CV റഷ് ചെയ്യുന്നു, അതുപോലെ തന്നെ ഒരുപാട് എൻക്വയറീസ് വരുന്നു. പക്ഷെ ആഫ്റ്റർ ദാറ്റ് നമ്മൾ ഇങ്ങനെ ഒരു സംഗതി ഇവിടെ ഇംപ്ലിമെന്റ് ചെയ്തതിന് ശേഷം എനിക്ക് തോന്നുന്നു ഇപ്പം ആൾക്കാർക്ക് ആ ഒരു ആവേശത്തിന് കുറഞ്ഞു പോയിട്ടുണ്ടോ എന്നുള്ള സംശയമുണ്ട്. അതെന്തുകൊണ്ടായിരിക്കും? അല്ല, ഇതിനകത്ത് പിന്നെ വർക്ക് ഫ്രം ഹോമിൻ്റെ ഒരു ഏറ്റവും വലിയ പ്രത്യേകത പറയാം. വർക്ക് ഫ്രം ഹോം തുടങ്ങിയ സമയത്ത് ആളുകൾക്ക് അതെങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നുള്ളതിനെ കുറിച്ചൊന്നും പ്രത്യേകിച്ച് ഒരു ഐഡിയ ഇല്ലായിരുന്നു. പക്ഷെ ഓവർ ദ പീരീഡ് ഓഫ് ടൈം എങ്ങനെ വീട്ടിലിരുന്ന് കൃത്യമായി ഒരു ഓഫീസിലിരുന്ന് ചെയ്യുന്ന പോലെ തന്നെയുള്ള ക്വാളിറ്റി ഡെലിവറി ചെയ്യാന്നൊക്കെ ആൾക്കാർ പഠിച്ചു. ഈ പ്ലാറ്റ്ഫോം ഫസ്റ്റ് അനൗൺസ് ചെയ്ത സമയത്ത് ആളുകൾ വിചാരിച്ചത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പ്ലാറ്റ്ഫോം വെറുതെ അങ്ങനെ ഓണാക്കിയിരുന്നു കഴിഞ്ഞാൽ ഈ ബിറ്റ്കോയിനൊക്കെ മൈൻഡ് ചെയ്യുന്ന പോകണം, ഇതിനകത്ത് പൈസ മൈൻഡ് ചെയ്തെടുക്കാവുന്ന ഒരു ചിന്ത കുറേ ആൾക്കാർക്ക് വന്നു. നമുക്കത് കമന്റ്സിൽ നിന്നൊക്കെ മനസ്സിലായതാണ്. പക്ഷേ ആക്ച്വലി പറഞ്ഞു കഴിഞ്ഞാൽ ഇതങ്ങനെ വെറുതെ ഇരിക്കുമ്പം പൈസ വരുന്നൊരു പ്ലാറ്റ്ഫോം അല്ല. അങ്ങനെ ഒരു ട്രെൻഡ് ഉണ്ടായിരുന്നു. ടെലിഗ്രാമിലൊക്കെ ഒരു ആപ്പ് ഉണ്ട്, അതിങ്ങനെ കുറെ ബട്ടണൊക്കെ ഞെക്കി കഴിഞ്ഞാൽ അതിനകത്ത് പൈസ ജനറേറ്റ് ചെയ്യുന്ന ആപ്പൊക്കെ ഉണ്ട്. ആക്ച്വലി നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് ചെയ്യാൻ ആഗ്രഹമുള്ള കുറേ ആളുകളുണ്ട്, അല്ലെങ്കിൽ സ്കില്ലുള്ള കുറേ ആളുകളുണ്ട്, അവരെയും ഈ സ്കിൽ വേണ്ട കുറേ ആളുകളുണ്ട്, അവരെയും കൂടി കണക്ട് ചെയ്യുന്നൊരു മാർക്കറ്റ് പ്ലേസ് ആയിട്ടാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. പക്ഷേ നിങ്ങൾ ചോദിക്കും, അപ്പം കുറേ മാർക്കറ്റ് പ്ലേസ് അങ്ങനത്തെ ഇല്ലേ, പിന്നെ എന്താണ് ഇപ്പോൾ ഈ മോംസൺ വോയിസിൻ്റെ ഒരു പ്രത്യേകത? എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള പ്ലാറ്റ്ഫോംസ് ഇല്ല. കാരണം ഈ ലേഡീസിന് കുറേ പ്രശ്നങ്ങളുണ്ട്. അതായത് ഇപ്പം പെട്ടെന്ന് വന്നിട്ട് ഒരു പബ്ലിക് സ്പേസിൽ പോയിട്ട് ഇതുപോലത്തെ ഒരു പ്രോഗ്രാം നടത്തുക, അല്ലെങ്കിൽ ഇതുപോലെ ഞങ്ങൾ ഇങ്ങനെ ചെയ്യുന്നു എന്ന് പറയാനൊക്കെ താല്പര്യമില്ലാത്ത ഒരുപാട് ആൾക്കാരുണ്ട്. നമ്മൾ കമൻസ് നിന്ന് മനസ്സിലാക്കുന്നത്, അതായത് നമ്മൾ ഈ കമ്മ്യൂണിറ്റിയിൽ നിന്ന് ചോദ്യങ്ങൾ ചോദിക്കുമ്പോഴാണ് നമുക്കിത് മനസ്സിലാവും. തീർച്ചയായും കഴിഞ്ഞ ദിവസം ഇതുപോലൊരു ചോദ്യം വന്നു. അതായത് നിങ്ങൾ എങ്ങനെയാണ് ഞങ്ങൾക്ക് ഇതിൽ കാശ് തരാൻ വേണ്ടി പോകുന്നത്, ഇതെങ്ങനെയാണ് ഞങ്ങൾ ഇതിനകത്ത് സ്കില്ല് ഷോക്കേസ് ചെയ്യേണ്ടത് എന്നുള്ള ചോദ്യങ്ങൾ നമുക്ക് സ്ഥിരമായിട്ട് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. മായ എന്നൊക്കെ പറഞ്ഞിട്ടൊരാൾ ഒരു കോമന്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പം ഇവരെ ഈ സ്കിൽസിനെ അവർക്ക് കൃത്യമായി ഷോക്കേസ് ചെയ്യാൻ പറ്റിയ, അവർക്ക് ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ വളരെ സിമ്പിളായിട്ട് ഇത് ചെയ്യാൻ പറ്റിയ ഒരു രീതിയിലാണ് നമ്മളിത് ബിൽഡ് ചെയ്യുന്നത്. ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, നമ്മളൊരു സാധനം ബിൽഡ് ചെയ്ത് കൊടുക്കുകയല്ല,
നമ്മൾ കമ്മ്യൂണിറ്റിയായിട്ട് കണ്ടിന്യൂസ്ലി എൻഗേജ് ചെയ്ത് ഓരോ ലേഡീസും അവരെ പ്രശ്നങ്ങൾ പറയുന്ന ലേഡീസ് മാത്രമല്ല നമുക്ക് അവരുടെ പാർട്ട്നേഴ്സ് നമുക്ക് തരുന്ന ഫീഡ്ബാക്ക് എന്നൊക്കെയാണ് നമ്മൾ ഡിറൈവ് ചെയ്യുന്നത്. ഓരോ ബുദ്ധിമുട്ട് മനസ്സിലാവുമ്പോഴല്ലേ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കണം. നമ്മൾ ആ കമ്മ്യൂണിറ്റി ആയിട്ടുള്ള പ്രോപ്പർ എൻഗേജ്മെന്റ് ത്രൂ ഓരോ കാര്യങ്ങളും പഠിച്ചിട്ട് അവർക്ക് ഇംപ്ലിമെന്റ് ചെയ്ത് കൊടുക്കുകയാണ് ഇപ്പോൾ നമ്മൾ ചെയ്യുന്നത്. കുറെ പേര് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, ഞങ്ങൾ ഇതിൽ എന്താ ചെയ്യണ്ടേ? അല്ല, ഇതിൻ്റെ അകത്ത് ആദ്യം മനസ്സിലാക്കേണ്ടത് നമ്മളൊരാളെ സ്കില്ല് ഷോക്കേസ് ചെയ്ത്, ഞാനിപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു ടീച്ചർ അവരിപ്പോൾ എന്തെങ്കിലും ഒരു സാഹചര്യത്തിൽ എന്തെങ്കിലും ഫാമിലീൻ്റെ സിറ്റുവേഷനോ അല്ലെങ്കിൽ കുട്ടികളെ പഠനം വിചാരിച്ചിട്ടോ അല്ലെ പാരൻസിൻ്റെ പിന്നെന്താ പറയുക അസുഖമൊക്കെ വിചാരിച്ചിട്ട് വീട്ടിലായി പോയ സ്ത്രീകൾ മീൻസ് ടീച്ചേഴ്സ് ഉണ്ടാവും. ഈ ടീച്ചേഴ്സിനൊക്കെ ഇപ്പം ഏറ്റവും നല്ല ഓപ്ഷനാണ് ഒരു ട്യൂഷൻ എടുത്തു കൊടുക്കുക എന്നുള്ളത്. അത് 1-to-1 ട്യൂഷൻ, അതായത് ഡയറക്റ്റ് ഓൺലൈനിൽ ഇപ്പോൾ UAE-ലുള്ള ഒരു കുട്ടിക്ക് ഒരു കേരളത്തിൽ നിന്ന് ഒരാൾക്ക് ട്യൂഷൻ എടുക്കാൻ പറ്റും. അത് ഇപ്പോൾ 10 കുട്ടികളുണ്ട്, 10 മണിക്കൂറായിരിക്കും അവർ സ്പെൻഡ് ചെയ്യേണ്ടത്. അവരാ സമയം കണ്ടെത്തി അവരാ കുട്ടികളെ ഉണ്ടാക്കുക എന്നുള്ളതാണ്, മീൻസ് കുട്ടികളെ ഇതിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ് അവർ ചെയ്യേണ്ടത്. ആ കാര്യം നമ്മളേറ്റ് മോംസ് ആൻഡ് വൈഫ്സിൻ്റെ മത്താജിർ ഗ്രൂപ്പേറ്റ് എന്ത് ഇതിലേക്ക് കസ്റ്റമർ അല്ലെങ്കിൽ ക്ലയൻസിനെ കൊടുക്കുക എന്നുള്ളത്, അവരിതിന് റെഡി ആവുക എന്നുള്ളതാണ് ആദ്യം ചെയ്യേണ്ടത്. രണ്ട്, പിന്നെ നമ്മൾ നേരത്തെ അഖിൽ പറഞ്ഞ തന്നെ ഇത് വർക്ക് ഫ്രം ഹോം എന്ന് പറയുമ്പോൾ ഇത് വെറുതെ എന്തോ നമുക്ക് കുറേ ലോട്ടറിൻ്റെ ആപ്പൊക്കെ ഇപ്പോൾ വന്നിട്ടുണ്ട്, ലോട്ടറി ആപ്പ്, പല ആപ്പുകൾ വന്നിട്ടുണ്ടല്ലോ. ഇതെന്തോ ഒരു പിന്നെ നേക്കിൽ പൈസ ഉണ്ടാക്കുക എന്നുള്ള ആളുകൾ തെറ്റിദ്ധാരണ ഉണ്ടായിരുന്നു എന്നുള്ളത് നമുക്ക് ആദ്യം തുടക്കത്തിൽ തന്നെ മനസ്സിലായി. ഞാൻ പറഞ്ഞോണം ഇങ്ങനെ ഓരോരോ പിന്നെ പൊട്ടത്തര ക്വസ്റ്റ്യനുകളൊക്കെ വന്നപ്പോൾ നമുക്ക് മനസ്സിലായി ഇത് കുറേ ആളുകൾ തെറ്റിദ്ധരിച്ചിട്ടുണ്ട്. ഇതിൻ്റെ അകത്ത് ഇതേപോലെ ടീച്ചേഴ്സ് റെഡി ആവുകയാണെങ്കിൽ അവർക്ക് തീരുമാനിക്കുക ഞാൻ കോഴിക്കോടുള്ള സ്റ്റുഡൻസിനാണ്, അല്ല ഇപ്പോൾ കോഴിക്കോടുള്ള ഒരു ടീച്ചർ വിചാരിക്കുകയാണ് ഞാൻ കോഴിക്കോടുള്ള സ്റ്റുഡൻസിനാണ് ഞാൻ എടുക്കാൻ തീരുമാനിച്ചത്. ഇൻ കേസ് പിന്നെ ഒരു 1 ടൈം എങ്കിലും ഫിസിക്കലായിട്ട് എന്തെങ്കിലും ക്ലാസ് എടുക്കണമെങ്കിൽ കോഴിക്കോടുള്ള ആൾക്കാർക്ക് ആ ടീച്ചർക്ക് ആക്സസ് ഉണ്ടാവുള്ളൂ. അപ്പോൾ അങ്ങനെ ചെയ്യാം. ഇനി വേൾഡ് വൈഡായിട്ട് അയാൾക്ക് സെല് ചെയ്യണമെങ്കിൽ അയാൾക്ക് അങ്ങനെ വേൾഡ് വൈഡായിട്ട് ട്യൂഷൻ എടുക്കാം. അപ്പോൾ ഇത് 2 ഓപ്ഷനും ഉള്ളൊരു പ്ലാറ്റ്ഫോമാണ്. ഇപ്പോൾ ഞാനൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ നമ്മളെ സോഷ്യൽ മീഡിയ, ഞാൻ ഏത് പ്ലാറ്റ്ഫോം പറയുന്നില്ല, സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ ആളുകൾ ഒരു പ്രൊഡക്റ്റ് വിൽക്കുന്നത് ഞാൻ ഒരുപാട് ആൾക്കാരെ കണ്ടിട്ടുണ്ട്, ക്രീമൊക്കെ വിൽക്കുന്ന ആൾക്കാർ. ആളുകൾ ആദ്യം ഫോളോവേഴ്സ് ഉണ്ടാക്കുക, എന്നിട്ട് പിന്നെ അവർ ക്രീം വിൽക്കുക എന്നുള്ള ആ ഒരു മെത്തേഡ് എല്ലാവർക്കും പറ്റുന്നല്ല ഇതൊന്നും. ഓരോ സ്ത്രീകൾക്കും ഓരോരോ എന്താ പറയുക സർട്ടൺ പോയിന്റ് വിട്ടിട്ടൊന്നും കളിക്കാൻ പറ്റില്ല. അപ്പോൾ അങ്ങനത്തെ ആളുകൾക്കൊക്കെ വീടിൻ്റെ ഉള്ളിൽ അവരെ പ്രൊഫൈൽ, അവരെ ഫോട്ടോ ഒന്നും കാണിക്കണമെന്നില്ല, അവരെ പ്രോഡക്റ്റ് ക്വാളിറ്റി ഉണ്ടോ, ആ പ്രോഡക്റ്റ് എവിടെ സെല്ല് ചെയ്യണം എന്നുള്ളത് അവർ തീരുമാനിച്ചാൽ മതി. എനിക്ക് വേൾഡ് വൈഡ് സെല്ല് ചെയ്യണോ, ഇനി അതല്ല എനിക്ക് UAE-ലും സൗദിയിലും മാത്രം സെല്ല് ചെയ്യണോ, അല്ലെങ്കിൽ എനിക്ക് കോഴിക്കോട് സെല്ല് ചെയ്യണോ, അല്ലെങ്കിൽ എനിക്ക് എറണാകുളത്ത് സെല്ല് ചെയ്യണോ, അവർ തീരുമാനിക്കുന്ന ലൊക്കേഷനിൽ അവർക്ക് കസ്റ്റമർ ഉണ്ടാവുക എന്നാണ് മോംസ് ആൻഡ് വൈഫ്സിൻ്റെ ഒരു പ്രത്യേകത. പിന്നെ ഇപ്പോൾ ഒരു ഫുഡ് ഉണ്ടാക്കുന്ന ഒരാൾക്ക് ഒരു ഫുഡ് എന്തെങ്കിലും ഒരു സ്പെഷ്യൽ ഫുഡ്, ഇപ്പോൾ ഒരു പുഡിങ് ഉണ്ടാക്കുന്ന ഒരാൾ, കോക്കനട്ട് പുഡിങ് അല്ലെങ്കിൽ പൈനാപ്പിൾ പുഡിങ്, ഇതൊക്കെ വീട്ടിൽ നിന്ന് ഉണ്ടാക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പോൾ അവർ തീരുമാനിക്കുകയാണ് എനിക്കിത് സെല്ല് ചെയ്യേണ്ടത് കൊച്ചിയിലെ ഫോർട്ട് കൊച്ചി എന്ന് പറഞ്ഞാൽ ആ ഒരു ഏരിയ ഒരു 5 കിലോമീറ്ററിൽ മാത്രമാണ്, ആ ഏരിയയിൽ മാത്രമാണ് അയാൾ തീരുമാനിച്ചാൽ ആ ഏരിയയിൽ മാത്രമുള്ള കസ്റ്റമർ അയാൾക്ക് കിട്ടും. അത് ഇൻസ്റ്റാഗ്രാമിലോ അല്ലെങ്കിൽ മറ്റു പ്ലാറ്റ്ഫോമിലൊന്നും അത് കിട്ടൂല. ഏത് ഇന്ന ഏരിയയിൽ മാത്രം എനിക്ക് വേണമെന്ന് വിചാരിച്ചു. ഇതിലുള്ളത് എന്താണ്, എനിക്ക് ഇന്ന ഏരിയയിലാണ്. അപ്പോൾ ഇപ്പോൾ അടുത്ത് എനിക്ക് വന്നൊരു മെസ്സേജിൽ ഒരു സ്ത്രീ പറഞ്ഞാൽ എൻ്റെ അടുത്ത് ബൈക്ക് ഉണ്ട്, എൻ്റെ അടുത്ത് സ്കൂട്ടി ഉണ്ട്, ഡ്രൈവിംഗ് ലൈസൻസ് ഉണ്ട്, ഞാൻ കുട്ടികൾ പോയി കഴിഞ്ഞാൽ ഞാൻ വെറുതെ ഇരിക്കുകയാണ്, ഡെലിവറി വല്ലതും എൻ്റെ ലൊക്കേഷനിലുണ്ടെങ്കിൽ എന്നെ ഒന്ന് അപ്ഡേറ്റ് ചെയ്യണമെന്ന്. അത് അവർ ആരെങ്കിലും വീട്ടിൽ നിന്ന് ഇതേപോലെ പുഡിങ് ഉണ്ടാക്കുകയാണെങ്കിൽ അത് മറ്റു വീട്ടിൽ എത്തിച്ചു കൊടുക്കാൻ ഇവർ റെഡിയാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെ ആളുകൾ റെഡിയായി വരുന്നുണ്ട്. അപ്പോൾ അതിനെ നമ്മൾ എന്ത് ചെയ്യുക, നമ്മളെ സൈഡിൽ നിന്ന് കൊടുക്കേണ്ടത് എന്താ, ഇവർക്ക് കസ്റ്റമേഴ്സിനെ റെഡിയാക്കി കൊടുക്കുക, മീൻസ് ആ ലൊക്കേഷനിലുള്ള കസ്റ്റമർ ഉണ്ടാക്കി കൊടുക്കുക എന്ന് മാത്രമാണ് മോംസ് ആൻഡ് വൈഫ്സ് ഞങ്ങളെ സൈഡിൽ നിന്ന് ചെയ്യേണ്ട കാര്യം. അത് നമ്മൾ ചെയ്യാൻ റെഡിയാണ്. ഇൻ ഷോർട്ട് ഇത് വളരെ വളരെ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഒരു വലിയൊരു മാർക്കറ്റ് സ്പേസ് നിങ്ങളുടെ മുന്നിൽ നമ്മൾ ഓപ്പൺ ചെയ്യുകയാണ്. നിങ്ങൾ റെഡി ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ വരാം. ജയ്സൽ, അതിലൊരു കാര്യം കൂടി നമ്മൾ പറയേണ്ടതെന്ന് പറഞ്ഞാൽ മലയാളം സംസാരിക്കുന്ന ആളുകളാണ് ഇതിൽ വന്ന ആളുകളും ഇതിൽ സ്കില്ല് ഷോക്കേസ് ചെയ്യുന്ന ആൾക്കാരും. ലാംഗ്വേജ് ഒരു ഇഷ്യൂ അല്ല, ലാംഗ്വേജ് ഒരു ഇഷ്യൂ ആയി വരുന്നില്ല. അത് വലിയൊരു പോയിന്റാണ്. എല്ലാവരും വിദ്യാഭ്യാസമുള്ള ആൾക്കാരായിക്കൂലോ, അല്ല എല്ലാവരും ഭയങ്കര പിന്നെന്താ പറയുക ലാംഗ്വേജൊക്കെ ഭയങ്കരമായിട്ട് എക്സ്പേർട്ട് ആയിട്ടുള്ള ആൾക്കാരായിരിക്കില്ല. അപ്പോൾ എല്ലാവർക്കും യൂസ് ചെയ്യാൻ പറ്റും. അതായത് നമ്മളെ എൻ്റെ ഉമ്മയൊക്കെ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു 55 വയസ്സായ അവർക്കും ഇതിൻ്റെ അകത്ത് പ്രൊഡക്റ്റ് സെല്ല് ചെയ്യാം. ഇനി ഇന്നലെ നമ്മൾ പിന്നെ കല്യാണമൊക്കെ കഴിച്ച് വേറെ വീട്ടിലേക്ക് എത്തി അവരെ സ്റ്റക്കായ ഒരു ആൾക്കാരാണെങ്കിൽ അവർക്കും സ്റ്റാർട്ട് ചെയ്യാം. അവരെ സ്കിൽ എന്താണോ ഉള്ളത് ഷോക്കേസ് ചെയ്തിട്ട് അവർക്കും സ്റ്റാർട്ട് ചെയ്യാം. ഇതിന് ഏജ് ലിമിറ്റ് ഇല്ല, അതേപോലെ ലൊക്കേഷൻ ലിമിറ്റും ഇല്ല. ഈ 2 കാര്യമാണ് നമ്മൾ കൊടുക്കുന്ന. എനിക്ക് തോന്നുന്നു ഇങ്ങനെ ഒരു പ്ലാറ്റ്ഫോം മലയാളത്തിൽ മീൻസ് കേരളത്തിലില്ല ഇങ്ങനെ ഒരു പ്ലാറ്റ്ഫോം. അത് ദുബായ് നമ്മൾ തുടങ്ങുന്നതെന്ന് മാത്രമേ ഉള്ളൂ. കേരളത്തിലുള്ളവർക്കാണ് ഇത് യൂസ് ചെയ്യാൻ ഏറ്റവും കൂടുതൽ
ഇതിനകത്ത് ജേസിൽ വേറൊരു പോയിന്റ് കൂടി ചോദിക്കാൻ ഇതിനകത്ത് അവർ പിന്നെ കുറേ ആൾക്കാർ ചോദിച്ചൊരു ചോദ്യമുണ്ട്. അതായത് ഞങ്ങൾ ഇതിന് ലൈസൻസ് ഒക്കെ വേണോ നമ്മൾ ഈ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി, ലൈസൻസ് ഒക്കെ നിങ്ങൾ അങ്ങനെയൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിനകത്ത് പറയാനുള്ളൊരു കേസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ലൈസൻസ് നിങ്ങൾ ചെയ്യുന്ന സർവീസിന് എന്താണോ ലൈസൻസ് വേണ്ടത് ആ ലൈസൻസ് നിങ്ങൾ എടുക്കണം തന്നെയാണ്. അതായത് ഇതിന് മോംസ് ആൻഡ് വൈഫ്സ് ലൈസൻസ് പ്രൊവൈഡ് ചെയ്യുമോ അങ്ങനത്തെ പരിപാടികൾ ഒന്നുമില്ല. അപ്പോൾ നിങ്ങളൊരു ഫുഡ് ആണ് കൊടുക്കുന്നതെങ്കിൽ FSSAI ഇന്ത്യയിലാണെങ്കിൽ നിങ്ങൾക്ക് FSSAI ലൈസൻസ് വേണം, അത് നിർബന്ധമാണ്. കാരണം നിങ്ങൾ കൊടുക്കുന്ന സർവീസിൻ്റെ ഉത്തരവാദിത്വം നിങ്ങൾക്കാണ്, അത് മോംസ് ആൻഡ് വൈഫ്സിനല്ല. അത് ജസ്റ്റ് ഒന്ന് ക്ലാരിഫൈ ചെയ്യണം. കുറേ പേര് ലൈസൻസ് ഇല്ലാതെ എനിക്കിത് ചെയ്യാൻ പറ്റുമോ, ഞങ്ങൾക്ക് ലൈസൻസ് ഒന്നും ഇല്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇങ്ങനെയുള്ള ലൈസൻസുകളൊക്കെ എടുക്കാൻ നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. അതിനൊക്കെയുള്ള ഗൈഡ് ലൈൻസും സപ്പോർട്ടും അതിൽ വേറൊരു കാര്യം കൂടി പിന്നെ നമ്മൾ ആഡ് ചെയ്യേണ്ട ഒരു കാര്യം കൂടി എന്ന് പറഞ്ഞാൽ, നമ്മുടെ ടേംസ് ആൻഡ് കണ്ടീഷനിൽ വളരെ ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്, ജയ്സൽ വീട്ടിൽ നിന്ന് എന്തെങ്കിലും ഫുഡ് ഉണ്ടാക്കി അഖിൽ തിന്ന് അത് മരിച്ചു പോയാലും നമ്മൾ കാരണം അത് പോയിസണിങ് മീൻസ് ഫുഡ് പോയിസൺ അല്ലാതെ ഉണ്ട്. അപ്പോൾ അത് വളരെ ക്ലിയർ ആയിട്ട് നമ്മൾ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഞങ്ങൾ ഇതിനകത്ത് നിങ്ങൾ സെല്ല് ചെയ്യാനുള്ളൊരു പോയിന്റ് ഉണ്ടാക്കി, നിങ്ങൾക്ക് കസ്റ്റമറെ ഉണ്ടാക്കി, നിങ്ങളത് കെയർ ചെയ്യുക. ഇപ്പോൾ അഖിൽ പറഞ്ഞോണം, UAE ആണെങ്കിൽ UAE ലൈസൻസ് വേണം, ഇപ്പോൾ USA ആണെങ്കിൽ USA ലൈസൻസ് വേണം. എന്താണോ അവിടുത്തെ രാജ്യം പിന്നെ പറയുന്ന ലീഗാലിറ്റി അത് അവർ ചെയ്യൽ നിർബന്ധമാണ്. കൃത്യമായിട്ട് വളരെ സുതാര്യമായിട്ട് നമ്മൾ പറയുന്ന കാര്യമാണ്, ഇതൊരു മാർക്കറ്റ് സ്പേസ് ആണ്. നിങ്ങൾക്ക് നിങ്ങളുടെ കഴിവുകൾ ഷോക്കേസ് ചെയ്യാം, നിങ്ങൾക്ക് നിങ്ങളുടെ പ്രൊഡക്റ്റുകൾ വിറ്റഴിക്കാൻ വേണ്ടി പറ്റുന്ന വളരെ സുതാര്യമായിട്ടുള്ള വളരെ ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ഒരു മാർക്കറ്റ് സ്പേസാണ്. അതിനാവശ്യമായിട്ടുള്ള കാര്യങ്ങൾ, അതിനാവശ്യമായിട്ടുള്ള സർട്ടിഫിക്കറ്റുകൾ, അതിനാവശ്യമായിട്ടുള്ള ലീഗൽ പ്രൊസീജിയേഴ്സ് നിങ്ങൾ റെഡിയാക്കുകയാണെന്നുണ്ടെങ്കിൽ ദിസ് ഈസ് യുവർ പ്ലേസ്. അതേപോലെ ജയ്സലെ ഈ 28-ാം തീയതി മുതൽ നമ്മളെ ആപ്പ് ലൈവ് പോവാണ്. തീർച്ചയായിട്ടും ലൈവ് പോയ മുതൽ ഞാൻ ഓരോ ഉറപ്പ് മോംസ് ആൻഡ് വൈഫ്സിൻ്റെ സൈഡിൽ നിന്ന്, അതായത് നമ്മളെ ഈ ഒരു മാനേജ്മെൻറ്റിൻ്റെ സൈഡിൽ നിന്ന് നമുക്ക് പറയാൻ കഴിയും, ഓരോ സ്ത്രീകൾക്കും മോശമില്ലാത്തൊരു വരുമാനം മാസം ഉണ്ടാക്കാൻ കഴിയും. അവർ ശ്രമിക്കണേ, അവർ അധ്വാനിക്കാൻ തയ്യാറായിട്ട് വരികയാണെങ്കിൽ അവർക്ക് ശരിക്കും ഉണ്ടാക്കാൻ പറ്റുന്ന, അതായത് ഒരു വരുമാനം, അതായത് ഭർത്താവിൽ നിന്ന് പോക്കറ്റിൽ നിന്ന് ഒരു പൈസ അടിച്ചു മാറ്റാതെ തന്നെ സ്വയം ഒരു കാലിൽ നിന്നുകൊണ്ട് മുന്നോട്ട് പോകാൻ പറ്റും എന്നുള്ളതാണ് മോംസ് ആൻഡ് വൈഫ്സിൻ്റെ ഒരു കാര്യം കൂടി പറയാം. അതായത് ഇതിനകത്ത് 2 ഓപ്ഷൻസ് ഉണ്ട്. അതായത് ഒന്ന് അവരവരെ സ്കില്ല് വെച്ചിട്ട് അവർ സർവീസിലൂടെ കൊണ്ടുപോകാന്നുള്ളൊരു മോഡലും, നമുക്ക് വേറൊരു മോഡലുണ്ട്. പക്ഷെ അത് അത്ര ഹെവി ആയിട്ട് നിങ്ങൾക്ക് റവന്യൂ ഉണ്ടാക്കാൻ പറ്റില്ല. പക്ഷേ എന്നാൽ റവന്യൂ ഉണ്ടാക്കാൻ പറ്റുന്നത് ഈ കമ്മ്യൂണിറ്റി ഗ്രോ ചെയ്യുക എന്നുള്ളത്. നമ്മളെ ഈ പ്ലാറ്റ്ഫോം പിന്നെ മറ്റുള്ള ആളുകളിലേക്ക് എത്തിക്കുക, ഇതൊരു കമ്മ്യൂണിറ്റി നമ്മൾ പോയിന്റ് കൊടുക്കുന്നത്. അതിനൊക്കെ നമ്മൾ പോയിന്റ് ഈസ് ഈക്വൽ ടു ക്യാഷ് ആണ്. അതപ്പോൾ അത് എങ്ങനെ ക്യാഷ് ചെയ്യണം എന്നൊക്കെ ഉള്ളത് ആപ്പ് വരും. ഞാൻ ഇതിനകത്ത് വളരെ കൃത്യമായിട്ട് ഇതിന്റെ ടെക്നിക്കാലിറ്റി കുറച്ചും കൂടെ നിങ്ങൾക്കാണ് കൂടുതൽ അറിയാൻ വേണ്ടി പറ്റും. ഇപ്പം നേരത്തെ ഇപ്പോൾ പറഞ്ഞു, ഇത് റെഫർ ചെയ്യുന്ന സമയത്ത്, സജസ്റ്റ് ചെയ്യുന്ന സമയത്ത് എങ്ങനെയാണ് ഇത് നമുക്കതൊരു പോയിന്റുകളാണെന്നുണ്ടെങ്കിൽ പോയിന്റുകൾ, കോയിനുകളാണെങ്കിൽ കോയിനുകൾ, അതെങ്ങനെ ഏൺ ചെയ്യാം? അതായത് അതിന് പറയാം. ഇതെന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ഈ കമ്മ്യൂണിറ്റി ഗ്രോ ചെയ്യണം. ഇതിപ്പോൾ ഞങ്ങൾ ഇവിടുന്ന് വിചാരിച്ച് കഴിയുന്നതുകൊണ്ടോ അല്ലെങ്കിൽ ജയ്സൽ വിചാരിച്ചതുകൊണ്ടോ നമ്മൾ ഈ കുറച്ച് വീഡിയോ ഇട്ടതുകൊണ്ടോ ഒന്നും ഇത് ഗ്രോ ചെയ്യാൻ പോകുന്നില്ല. ഇത് ഈ കമ്മ്യൂണിറ്റി തന്നെ വിചാരിച്ചാൽ മാത്രമേ ഈ കമ്മ്യൂണിറ്റി ഗ്രോ ചെയ്യുള്ളൂ. അപ്പോൾ നമ്മൾ അതിനൊരു ഇൻസെന്റിവൈസ് നമ്മൾ ചെയ്യും. അതല്ല, സ്കില്ലില്ലാത്ത ആൾക്കാരാണെന്ന് കൂട്ടിക്കണം. സ്കില്ലില്ല എന്നല്ല, അധ്വാനിക്കാനൊന്നും എന്നെ കൊണ്ട് ഇപ്പോൾ മറ്റേ കുക്ക് ചെയ്യാനും തയ്യാറല്ല, അല്ലെങ്കിൽ ഞാനിപ്പോൾ ടീച്ചിങ് പണിക്കൊന്നും ഞാൻ റെഡിയല്ല, അല്ലെങ്കിൽ മെഹന്തി ഉണ്ടാക്കി വെക്കാനൊന്നും അതെ വേണേ വാങ്ങിക്കോളാം, ഞാൻ എന്നെ കൊണ്ട് ഇതിനൊന്നും കഴിയൂല എന്ന് വിചാരിക്കുന്നത്. അല്ലെങ്കിൽ ബിസി ഉള്ള ആൾക്കാർ, ഇപ്പോൾ ജോലിയുള്ള ആൾക്കാരുണ്ടല്ലോ, രാവിലെ മുതൽ വൈകുന്നേരം വരെ ഇപ്പോൾ ടീച്ചർ ജോലി എടുക്കുന്ന ആൾക്കാരുണ്ടാവും, അല്ലെങ്കിൽ ഒരു ഓഫീസിൽ ജോലി എടുക്കുന്ന ആൾക്കാരുണ്ടാവും. ഓൾറെഡി ജോബുള്ള ആൾക്കാർക്കും ഏണിങ്സ് ഉണ്ടാക്കുക. കാരണം ഞാൻ സജസ്റ്റ് ചെയ്താൽ മതി, ജയ്സലെ ഈ ആപ്പ് ഒന്ന് ഡൗൺലോഡ് ചെയ്തിട്ട് നീ എന്ത് ചെയ്തോ ഇതാക്കിക്കോ, നീ ഇടുന്ന പോസ്റ്റുകൾക്ക് ഞാനിങ്ങനെ ലൈക്ക് ഇങ്ങനെ തന്നുകൊണ്ടെന്നാൽ എനിക്കിങ്ങനെ കോയിൻ ഏൺ ചെയ്തുകൊണ്ടിരിക്കുക. അതായത് ഞാൻ എൻ്റെ സ്ഥിര വരുമാനത്തിൻ്റെ കൂടെ ഒരു എക്സ്ട്രാ ഏണിങ്സ് കൂടി എനിക്ക് ഇതിലുണ്ടാകും. കമ്മ്യൂണിറ്റിനെ ലൈവ് ആക്കി നിർത്താൻ വേണ്ടിയിട്ട്. അതായത് ഈ കമ്മ്യൂണിറ്റി ലൈവ് അല്ലെങ്കിൽ ആൾക്കാർ ഇവിടെ ഒന്നും നടക്കുന്നില്ല എന്നുള്ളൊരു ഫീൽ വരും. ആ ഫീൽ ഇപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഈ ആപ്പ് ആളുകൾ യൂസ് ചെയ്യുമ്പോൾ ആൾക്കാർക്ക് ഒരു എക്സൈറ്റ്മെൻറ്റ് കിട്ടണമല്ലോ. ആ എക്സൈറ്റ്മെൻറ്റ് ക്രിയേറ്റ് ചെയ്യാനുള്ള പോയിന്റുകൾ നമ്മളിങ്ങനെ റിവാർഡ്സ് ആയിട്ട് കൊടുക്കുന്നു. അതുപോലെ തന്നെ നമുക്ക് സ്ക്രാച്ച് കാർഡ്സ് വരുന്നുണ്ട്. ഇവരിങ്ങനെ പുതിയ ആളുകളെ ഇങ്ങനെ ഇതിനകത്തേക്ക് മീൻസ് ഈ കമ്മ്യൂണിറ്റിയിലേക്ക് കൊണ്ടുവരുമ്പോൾ അവർക്കൊരു എക്സൈറ്റ്മെൻറ്റിന് വേണ്ടിയിട്ട് നമ്മൾ ചെറിയ സ്ക്രാച്ച് കാർഡ്സ് കൊടുത്തിട്ട് ഗിഫ്റ്റ്സ് ആയിട്ട് പ്രോഡക്ട്സും സർവീസസും അവർക്ക് കോയിൻസും ഒക്കെ ഇതിനെ കൂടെ ഏൺ ചെയ്യാം. ഇതൊന്നുമില്ല, ഇതൊരു ഗെയിമിഫിക്കേഷൻ്റെ ഭാഗമായിട്ടാണ്. കാരണം ആളുകൾക്ക് ഭയങ്കര മടിയാണ് ഇതിലേക്കൊക്കെ വരാൻ. ആ മടിയുള്ള ആളുകളെയും കൂടി കൊണ്ടുവന്നാൽ ഇതൊരു നമ്മൾ നേരത്തെ പറഞ്ഞത് തന്നെ വർക്ക് ഫ്രം ഹോം എന്ന് കേൾക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഭയങ്കര ഒരു ഹൈപ്പ് ഉണ്ടായിരുന്നല്ലോ, അത് വർക്ക് ഫ്രം ഹോം. ഇപ്പോഴും ആളുകൾ വർക്ക് ഫ്രം ഹോം എന്ന് ഉദ്ദേശിക്കുന്നത് എന്താ അറിയുമോ,
ഇതിപ്പോൾ നമ്മൾ പണ്ട് മറ്റേ ഈ സ്കൂളൊക്കെ മറ്റേ ഇതിൽ വന്നിരുന്നല്ലോ കോവിഡ് സമയത്ത് മറ്റേ ഓൺലൈനിൽ വന്നിരുന്നല്ലോ. ആളുകൾ എന്താ ചെയ്തത്, സ്കൂളിലൊക്കെ ക്ലാസ്സിൽ കുട്ടികളെ ക്യാമറ തുറന്നു വെക്കും, എന്നിട്ട് കുട്ടികളെ പണികളൊക്കെ പിക്ചർ വെക്കും. പിന്നെ പണ്ട് എന്ന് പറഞ്ഞാൽ നെറ്റിന്റെ ഒരു അവൈലബിലിറ്റിന്റെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല. അപ്പൊ എല്ലാവരും പെട്ടെന്ന് പറയുന്നത് ടീച്ചർ വേഗം വന്നിട്ട് ബഫർ ചെയ്യുന്നതിനെ കൊണ്ട് ടീച്ചർ പറയും നിങ്ങൾ ക്യാമറ ഓഫ് ചെയ്തോളി, മ്യൂട്ട് ആക്കാതെ തന്നാൽ മതി എന്ന് പറയും. അപ്പൊ അത് ഭയങ്കര സൗകര്യമായിട്ട് മൂപ്പര് ആൾക്കാരൊക്കെ എന്ത് ചെയ്യും, കുട്ടികളെ പണികളൊക്കെ എടുത്തുകൊണ്ടിരിക്കും, മാഷിങ്ങനെ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കും. അപ്പൊ അതേ ഒരു കോൺസെപ്റ്റിലാണ് ആളുകൾ വർക്ക് ഫ്രം ഹോമിനെ കാണുന്നത്. അതായത് ഞാനൊന്നും ചെയ്യണമെന്നില്ല, എന്തെങ്കിലുമൊക്കെ ഒന്ന് എന്ത് ചെയ്ത് വെച്ചാൽ മതി, ചെയ്ത് റിപ്പോർട്ട് ചെയ്തെങ്കിൽ എനിക്ക് മാസം സാലറി കിട്ടും. അങ്ങനൊന്നുമല്ല, അധ്വാനിക്കാൻ തയ്യാറാണെങ്കിൽ മാത്രമേ എന്ത് കാര്യത്തിലും നമുക്ക് വിജയം കാണാം. ഇന്ന് മുതൽ ഞാൻ പറയുന്നത് കേരളത്തിലുള്ള അല്ലെങ്കിൽ നമ്മൾ മലയാളികളായ സ്ത്രീകളൊക്കെ വീട്ടിലായി പോയി എന്ന് വിചാരിച്ചിട്ട് ടെൻഷനാകുന്നതിന് പകരം ഇന്ന് മുതൽ അവർ ചിന്തിച്ച് തുടങ്ങുക, എനിക്ക് എന്ത് ഇതിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റും, അല്ലെ എൻ്റെ സ്കില്ല് എന്താണ്, അത് പുറത്തേക്ക് വരട്ടെ. അവർ ആ പുറത്തേക്ക് വരുമ്പോൾ എന്ത് ചെയ്യും, ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ ഈ പറഞ്ഞതുപോലെ എല്ലാ മാസവും ഒരു നല്ല മോശമില്ലാത്തൊരു വരുമാനം ഇതിലൂടെ ഏൺ ചെയ്യാൻ പറ്റും. ശരിക്കും വെണ്ടേഴ്സ് മാത്രം പോലെ നമുക്ക് കസ്റ്റമേഴ്സും കൂടെ വരണം. എനിക്ക് തോന്നുന്നു ഈ കസ്റ്റമേഴ്സിനും കൂടി വേണ്ടിയിട്ടുള്ളതാണ്. നിങ്ങൾ അടിക്കുന്ന ലൈക്കിന് കോയിൻസ് കയറുന്നുണ്ട്, അതുപോലെ തന്നെ നിങ്ങൾ റെഫർ ചെയ്യുന്ന ഓരോ റെഫറൻസിനും നിങ്ങൾക്ക് കോയിൻസ് കയറുന്നുണ്ട്. സോ വെണ്ടേഴ്സിന് മാത്രമുള്ളതല്ല, വന്നിരിക്കുന്ന ഓരോ കസ്റ്റമേഴ്സിനും കൂടെ ഉപകാരപ്പെടുന്നത്. നിങ്ങൾക്ക് എന്തായാലും നിങ്ങളുടെ തൊട്ടടുത്ത പ്രദേശത്ത് നിന്ന് വളരെ നമുക്കറിയാവുന്ന ആൾക്കാരിൽ നിന്ന് വളരെ നല്ല പ്രൊഡക്റ്റുകൾ നേരിട്ട് വാങ്ങിക്കാൻ വേണ്ടി പറ്റും എന്നുള്ളത് മാത്രമല്ല, വരുന്നതിനനുസരിച്ചിട്ട് കോയിനും ജെയ്സൽ RJ അല്ലായിരുന്നോ? അപ്പം RJ ആവുമ്പോൾ ജെയ്സൽ നന്നായിട്ട് അറിയാം, കൈയടിക്കാൻ ആൾക്കാരുണ്ടെങ്കിലേ ഉള്ളൂ പരിപാടി കളറാവും. ആർട്ടിസ്റ്റിന് എക്സൈറ്റ്മെന്റ് കിട്ടണമെങ്കിൽ. അതേപോലെ ഇവിടെ വരുന്ന സെല്ലേഴ്സിന്റെ എക്സൈറ്റ്മെന്റ് അതിനെ കൂടെ പ്രോത്സാഹിപ്പിക്കുന്ന ആളുകളാണ്. നമ്മൾ ലൈക്ക് അടിക്കാന്നൊക്കെ പറയും, നമ്മൾ നിർബന്ധിച്ച് ലൈക്ക് അടിപ്പിക്കാന്നൊക്കെ ചിലപ്പോൾ ആൾക്കാർക്ക് വിചാരിക്കും. മഞ്ജു വാര്യർ ഒരു റിട്ടേൺ വന്ന ഒരു പടമല്ലായിരുന്നു എന്താ ആ പടത്തിൽ നമ്മളെ ഹോം ഫാമിങ്ങിനൊരു വലിയൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഇങ്ങനെ കാണിക്കുന്നുണ്ട്. നമ്മളിപ്പോൾ ഇപ്പോൾ കേരളത്തിലാണെന്നേരം എല്ലാവർക്കും അറിയാം, എല്ലാവർക്കും വീടിൻ്റെ ചുറ്റും സ്ഥലങ്ങളുണ്ട്. പിന്നെ ഫ്ലാറ്റിലുള്ളവർക്ക് അറിയാം, ഫ്ലാറ്റിൽ അവർക്കൊക്കെ എല്ലാവരും ചില ബാൽക്കണി യൂസ് ചെയ്യുന്നുണ്ട്, ബാൽക്കണി ഫാമൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്. ജെയ്സലാണെങ്കിലും ഇനി പകിലാണെങ്കിലൊക്കെ വീട്ടിൽ നിന്ന് ഉണ്ടാക്കുന്ന ഒരു പച്ചക്കറി കഴിക്കാൻ എല്ലാവരും ഓക്കെ ആയിരിക്കും. ഇതൊക്കെ സെല്ല് ചെയ്യാനുള്ളൊരു പോയിന്റാണ്. അതായത് നമ്മൾ വീട്ടിൽ നിന്ന് കുറച്ച് വാഴക്കൃഷി അല്ലെങ്കിൽ ടൊമാറ്റോ അല്ലെങ്കിൽ വേറെ എന്ത് ഉണ്ടാക്കുകയാണെങ്കിലും അതൊക്കെ ഇതിൽ ഈ പ്ലാറ്റ്ഫോമിൽ കൊണ്ടുവന്നിട്ട് സെല്ല് ചെയ്യുക. അത് നമ്മളെ തൊട്ടടുത്തുള്ള അയൽവാസി, ഞാൻ ജെയ്സലിന് ഡെയിലി എൻ്റെ വീട്ടിൽ നിന്ന് തക്കാളി പറിച്ചു തരുമോ? 2 വട്ടം തരും, ഒരു ഗിഫ്റ്റൊക്കെ ആയിട്ട് 2-3 സന്തോഷത്തിന് 2-3 വട്ടം തരും. ഇത് 2-3 വട്ടം ഞാനിങ്ങനെ തന്നു കഴിഞ്ഞാൽ ജെയ്സൽ അതെന്നും വാങ്ങിക്കഴിഞ്ഞാൽ ഞാനും ഹാപ്പി അല്ല, ജെയ്സലിന് അത് ഞാൻ തന്നാൽ തന്നെ ജെയ്സലിന് അത് രണ്ടാമത് വാങ്ങുമ്പോൾ ഒരു ബുദ്ധിമുട്ടുണ്ടാവും. ഇവരിങ്ങനെ തരുന്ന ഒരു ബുദ്ധിമുട്ടല്ല എന്ന് തോന്നുന്നു. ഈ സാധനം നമ്മൾ സെല്ലാക്കുകയാണ്. അതായത് ജെയ്സലിൻ്റെ ഉമ്മ വെക്കുന്ന ബിരിയാണി ഞാൻ ജെയ്സലിൻ്റെ വീട്ടിൽ വരുന്നേരം പറയുകയാണ്, അടിപൊളിയായിട്ടാണ് നിൻ്റെ ഉമ്മൻ്റെ ബിരിയാണി, ഇത് കൊള്ളാം എന്ന് ഞാൻ പറയാണ്. അത് എല്ലാ ദിവസവും ജെയ്സൽ എനിക്ക് ബിരിയാണി പാർസലാക്കി കൊണ്ട് തരുമില്ല. അത് ജെയ്സലിനോട് ഞാൻ പറയാണ്, എടാ നമ്മളൊരു 3-4 ആൾക്കാർ ഈ ഓഫീസിൽ വർക്ക് ചെയ്യുന്നുണ്ട്, നീ ഒരു കാര്യം ചെയ്യും, പിന്നെ ഒരു 5 എണ്ണം ഡെയിലി നമ്മളെ ഓഫീസിൽ എത്തിക്കുക, അല്ലെങ്കിൽ ബുധനാഴ്ചയും വ്യാഴാഴ്ച എത്തിക്കുക, അല്ല വെള്ളിയാഴ്ച മാത്രം നീ കൊണ്ടുവരുമെന്ന് പറയുന്നേരം നിനക്ക് അവിടെ ഉമ്മാക്ക് കൊടുക്കാൻ ഒരു സാധനം കിട്ടുകയാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം എന്താണ് ആ ബിരിയാണി കഴിക്കാൻ പറ്റുകയാണ്. ഇതൊക്കെ ഇങ്ങനെ ഓരോന്ന് നമ്മൾ ചിന്തിക്കണം എന്ന് ഞാൻ പറഞ്ഞത്. അതായത് കേരളത്തിലെ ഓരോ ലേഡീസും ഇന്ന് മുതൽ ചിന്തിച്ച് തുടങ്ങണം, എനിക്ക് ഇതിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റും എന്നുള്ളത്. ഷമീറ എന്ന് പറഞ്ഞിട്ടുള്ളൊരു നമ്മുടെ ആപ്പ് യൂസ് ചെയ്യുന്ന ഒരാൾ ചോദിച്ചൊരു ചോദ്യമാണ്, ഞാൻ എങ്ങനെ ഇതൊന്ന് പൈസ ഉണ്ടാക്കുന്നു? അതിനുള്ള കൃത്യമായിട്ട് ഉത്തരം ഷമീറയ്ക്ക് കിട്ടിയിട്ടുണ്ടാവും എന്നാണ് എൻ്റെ വിശ്വാസം. കാര്യം നിങ്ങളുടെ വീട്ടിലുള്ള ഹോം ഗ്രോൺ വെജിറ്റബിൾസ് ആണെന്നുണ്ടെങ്കിലും ഇനിയിപ്പം വീട്ടിലുണ്ടാക്കുന്ന ബിരിയാണി ആണെങ്കിലും എങ്ങനെ കാശാക്കി മാറ്റുക എന്നുള്ളതിനെ വളരെ നൈസ്. നമ്മൾ പഠിത്തൊരു കമ്മ്യൂണിറ്റിയുടെ ഗ്രൂപ്പ് കണ്ടില്ലേ, അവർ ഒരു ഫുഡ് ഉണ്ടാക്കുന്ന ഫോട്ടോ ഇടുന്നു, വിത്തിൻ ഒരു 2 hours 3 hours ആ കാലിയായ പാത്രോടി അവർ ഫോട്ടോ എടുത്തിടും. ഇന്ന് വേറൊരു മെസ്സേജ് വന്നെന്താ വെച്ചാൽ, പിന്നെ ഡാൻസ് കളിക്കുന്ന കുറേ അമ്മമാരുണ്ടായിരുന്നു, അവർക്ക് ഷോക്കേസ് ചെയ്യാൻ ഒരു സ്ഥലം കൊടുക്കുമോ എന്നൊക്കെ ചോദിച്ചിട്ട് നമുക്ക് വന്നിട്ടുണ്ടായിരുന്നു. ഒരുപാട്, അതായത് അവർ കുറേ പിന്നെ ദുബായിലെ കുറേ വെന്യൂസിൽ അവർ ഡാൻസ് ഒക്കെ അബുദാബിയിലൊരു ടീം. അത് പുതിയ കമ്മ്യൂണിറ്റി ഇന്നിപ്പം രാവിലെ വന്ന മെസ്സേജാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ എക്സൈറ്റ്മെന്റ്, ആളുകൾക്ക് ഇത് കാണുമ്പോൾ ഒരു എക്സൈറ്റ്മെന്റ് ഉണ്ട്. അവർക്ക് ഷോക്കേസ് ചെയ്യാനുള്ള വെന്യൂ നമുക്ക് വേണമെങ്കിൽ ഈ വീഡിയോ കാണുന്ന ആൾക്കാർ തന്നെ വിചാരിക്കും, ഓക്കെ അങ്ങനെ ഉണ്ടെങ്കിൽ അവരൊരു വെറൈറ്റി ആയിട്ട് കൊണ്ടുവന്നാലോ. ഞാൻ വേറൊരു കാര്യം പറഞ്ഞാൽ, ഇൻഫ്ലുവൻസേഴ്സിന്റെ ഒക്കെ പ്രൊഫൈൽ വന്നു തുടങ്ങി. ഞാൻ ഇൻഫ്ലുവൻസ് ചെയ്യാൻ റെഡിയാണെന്ന്. ഇപ്പോൾ ഞാനൊരു എക്സാമ്പിൾ പറയട്ടെ. ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഒരാൾക്ക് പിന്നെ ഫുഡ് ഉണ്ടാക്കാൻ അറിയാം, ഓക്കെ, നല്ല ഫുഡ് ഉണ്ടാക്കും. പക്ഷെ ഇതെങ്ങനെ അവർക്ക് ഈ പ്ലാറ്റ്ഫോമിലേക്ക് ആഡ് ചെയ്യണമെന്ന് അറിയില്ല. അപ്പോൾ ഡാറ്റ എൻട്രി ചെയ്യുന്ന ആൾക്കാർ ഓൾറെഡി ഈ പ്ലാറ്റ്ഫോമിലുണ്ട്, ഓക്കെ.
ഫോട്ടോഷോപ്പ് ചെയ്യുന്ന ആൾക്കാർ ഈ പ്ലാറ്റ്ഫോമിലുണ്ട്. ഇവർ തമ്മിലൊന്ന് ജസ്റ്റ് കണക്ട് ആയാൽ മതി. എനിക്ക് വേണ്ടി ഇതാ ഞാൻ ഇത്രയും ഫുഡ് ഉണ്ടാക്കിയിരിക്കുന്നു, ഈ ഫോട്ടോ എടുത്തിട്ട് ഈ ആൾക്ക് അയച്ചു കൊടുത്താൽ മതി. അതിൽ തന്നെ കോൺടാക്റ്റും വാട്സപ്പും എന്ത് ബന്ധപ്പെടാനുള്ള എല്ലാ സൊല്യൂഷനും ഉണ്ടല്ലോ. ഞാൻ അയച്ചില്ല ജയ്സല്ല, ഞാൻ ഇതങ്ങനെ കുറച്ച് ഫോട്ടോ എടുത്തിരിക്കുന്നതാടാ, നീ ഒന്ന് അതൊന്ന് അതിൻ്റെ കാറ്റഗറി ഇമേജും അതേപോലെ വാൾപേപ്പറും എൻ്റെ ഈ സാധനമൊക്കെ ഒന്ന് സെറ്റാക്കിയിട്ട് കൊണ്ടുപോകാം. ഡാറ്റ എൻട്രി എനിക്കറിയെങ്കിൽ നീ ഒന്ന് അതിൻ്റെ ഡാറ്റയും കൂടി എൻ്റർ ചെയ്ത് എന്തൊക്കെയാണ് ഫുഡ്, നമ്മൾ എന്തൊക്കെ ഇൻഗ്രീഡിയൻസിൽ യൂസ് ചെയ്തത്, കാര്യങ്ങളൊക്കെ ഒന്ന് നീ ഒന്ന് എനിക്ക് അയച്ചുകൊണ്ടാണ് ഞാനിത് അപ്ലോഡ് ചെയ്താൽ മതി. ആ ഒരു പ്രൊഡക്റ്റ് എന്തായി കളർഫുൾ ആയിട്ട് ആ പ്ലാറ്റ്ഫോമിൽ വന്ന്. ഇപ്പോൾ ഇൻഫ്ലുവൻസേഴ്സ് ഇതിൻ്റെ അകത്ത് വന്നപ്പോൾ ഞാൻ ശരിക്കും മനസ്സിലാക്കിയത് ഇൻഫ്ലുവൻസേഴ്സിനും ഇതിൽ ചെയ്യാൻ പറ്റും. അതായത് നീ തരുന്ന പ്രൊഡക്റ്റ് ഞാൻ ഇടുക, ഞാൻ എവിടെ ഇടുക, ഞാൻ എൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ അല്ലെങ്കിൽ ഫേസ്ബുക്കിലോ കൊണ്ടുപോയിട്ട് ഞാൻ പറയുകയാണെന്തെന്ന്, ജയ്സലിൻ്റെ ഉമ്മൻ്റെ ബിരിയാണി എന്ത് ചെയ്തിട്ടുണ്ട്, നമ്മൾ മോംസ് ആൻഡ് വൈബ്സിൽ വന്നിട്ടുണ്ട്, നിങ്ങൾക്ക് വേണമെങ്കിൽ ക്ലിക്ക് ചെയ്തിട്ട് എന്ത് ചെയ്തോളി, ഓർഡർ ചെയ്തോളി എന്ന് പർച്ചേസ് ചെയ്തോളൂ. അപ്പോൾ ഇങ്ങനെയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇതിന് കണക്ഷൻ ഉണ്ടെന്ന് നമ്മളിങ്ങനെ ഈ പ്രൊഫൈൽ വരുന്നതോട് കൂടിയിട്ട് നമ്മൾ ഓരോന്ന് മനസ്സിലാക്കുന്നത് ഡെയിലി. ശരിക്കും എനിക്ക് തോന്നുന്നു ഒരു ഗ്ലോബൽ സിസ്റ്റർ റൂട്ടിലേക്ക് ഈ സംഗതി മാറും. പിന്നെ വേറൊരു രസമുള്ളൊരു ഫീച്ചർ നമ്മൾ ഇതിനകത്ത് കൊണ്ടുവന്നിട്ടുണ്ട്, പക്ഷേ അധികം ആൾക്കാർ അത് ശ്രദ്ധിച്ചിട്ടില്ല. ഷീ-ടാഗ് എന്നാണ് അതിൻ്റെ പേര്. ഈ ഷീ-ടാഗ് നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു വെർച്വൽ വെബ്സൈറ്റാണ്, ഒരു മിനി വെബ്സൈറ്റാണ്. ഓക്കെ, വെർച്വൽ ബിസിനസ് കാർഡ് എന്നൊക്കെ നമ്മൾ പറയും, ഒരു പ്രൊഫൈൽ, ഡിജിറ്റൽ പ്രൊഫൈൽ. ഇത് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പം ഈ നേരത്തെ പറഞ്ഞ ബിരിയാണീൻ്റെ കാര്യം പറഞ്ഞല്ലോ, അതുപോലെ ചിത്രം വരയ്ക്കുന്ന ആൾക്കാരുണ്ട്, പെയിന്റിങ് ചെയ്ത ആൾക്കാരുണ്ട്, മ്യൂസിക് ചെയ്ത ആൾക്കാരുണ്ട്. ഇവരൊരു ചെറിയ വെബ്സൈറ്റ് നമ്മൾ ഈ ആപ്പിനുള്ളിൽ തന്നെ ക്രിയേറ്റ് ചെയ്യാം. എന്നിട്ട് ഈ വെബ്സൈറ്റ് ഷെയർ ചെയ്ത് കൊടുത്താൽ മതി. സാധാരണ ഒരു വെബ്സൈറ്റ് ഉണ്ടാക്കണമെങ്കിൽ 50,000 20,000 പോട്ടെ, ഒരു 30,000 10,000 ഒക്കെ കൊടുത്തു തന്നെ വെക്കാം. ഫ്രീ ഓഫ് കോസ്റ്റ് ഇതിനകത്ത് വെബ്സൈറ്റ് ഉണ്ടാക്കാം. അപ്പോൾ ഓരോ ടാപ്പ് ചെയ്താൽ അടുത്ത ആൾക്ക് ഇതിന് ഷെയർ ചെയ്യാം, ബിസിനസ് കാർഡ് ഷെയർ ചെയ്ത് നമ്മൾ ഷെയർ ചെയ്യാൻ ഇതൊക്കെയുള്ള ഓപ്ഷൻ നമ്മൾ കൊടുത്തിട്ടുണ്ട്. പക്ഷെ അധികം ആൾക്കാർ അത് ശ്രദ്ധിച്ചിട്ടില്ല എന്നുള്ളതാണ്. ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഈ പറയുന്ന ബിരിയാണിന്റെ ഫോട്ടോ ഡെയിലി അപ്ഡേറ്റ് ചെയ്യാൻ അതിന്റെ കാർഡ് നമ്മൾ കൊടുത്തയക്കുന്നുണ്ട് അല്ലേ. നമ്മൾ ഒരു അത്യാവശ്യം റീച്ചുള്ള ഫിസിക്കൽ കാർഡ് കൊടുത്തയക്കുന്നുണ്ട്. അപ്പോൾ ആ ഫിസിക്കൽ ഷീ-ടാഗ് എന്ത് ചെയ്യാം, അവർക്ക് യൂസ് ചെയ്യാം. മീൻസ് നമുക്ക് ഓരോ സ്ഥലത്ത് പോയിട്ട് അവർ പറയണതാ എൻ്റെ പ്രൊഡക്റ്റ് ഇവിടെ കിട്ടുമെന്ന് ജസ്റ്റ് ടാപ്പ് ചെയ്ത് കൊടുത്താൽ ഈ ഫോണിലേക്ക്. അപ്പോൾ അവർക്ക് കിട്ടിയല്ലോ. അപ്പോൾ വെബ്സൈറ്റിൽ ഓർഡർ ചെയ്യാലോ, ഓർഡർ ചെയ്താൽ നമ്മളെ ആപ്പിൽ വരും. ഇതൊക്കെയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതായത് അവരെ മാക്സിമം എനേബിൾ ചെയ്യുക, ഇതിനകത്ത് ബിസിനസ് ചെയ്യാൻ താല്പര്യമുള്ള ആൾക്കാരെ എനേബിൾ ചെയ്ത് അവരെ ഈസി ആക്കിയിട്ട് ഈ പറയുന്ന പ്രോഡക്റ്റ് സെല് ചെയ്യുക. ഇപ്പോൾ ഒരു വലിയ ബിസിനസ് എങ്ങനെ സാധാരണ അവരെ ബിസിനസ് ചെയ്യുന്നോ അതിനെ വളരെ ഈസി ആക്കി ടെക്നോളജീൻ്റെ ഹെൽപ്പോട് കൂടിയിട്ട്, ഒരു മൊബൈൽ ആപ്പിൻ്റെ ഹെൽപ്പോട് കൂടിയിട്ട് സിമ്പിളായിട്ട് വാട്സപ്പ് ഒക്കെ യൂസ് ചെയ്യുന്ന പോകണം യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലേക്ക് മാറ്റലാണ് നമ്മുടെ ഉദ്ദേശം. അതായത് പൊട്ടൻഷ്യലുള്ള മനുഷ്യന്മാരുടെ പൊട്ടൻഷ്യലിനെ, ട്രൂ പൊട്ടൻഷ്യലിനെ ഏറ്റവും ഭംഗിയായിട്ട്, ഏറ്റവും മനോഹരമായിട്ട് നിങ്ങളിലേക്ക് എത്തിക്കുന്ന ഒരു സംഗതിയാണ്. ഏറ്റവും വലിയൊരു മാർക്കറ്റ് സ്പേസ് എനിക്ക് തോന്നുന്നു. നമ്മൾ നേരത്തെ പറഞ്ഞത് വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഓരോരുത്തരെയും കണക്ട് ചെയ്ത് ഒരു വലിയൊരു ഗ്ലോബൽ കമ്മ്യൂണിറ്റി. മലയാളികൾ അങ്ങനെയാണ്, മലയാളികൾ എല്ലാവരും കമ്മ്യൂണിക്കേഷൻ ചെയ്യാനും അതേപോലെ ഇങ്ങനെ കമ്മ്യൂണിറ്റി ഉണ്ടാക്കാനൊക്കെ വളരെ ഇൻട്രസ്റ്റ് ഉള്ള ആൾക്കാരാണ്. ഇവർക്ക് പറ്റും. അതായത് ഞാൻ പറഞ്ഞല്ലേ, നമ്മൾ വെറുതെ ഇരിക്കുന്നതിന് പകരം നമ്മൾ ഇന്ന് മുതൽ ഇറങ്ങിത്തിരിക്കുക, നമുക്ക് എന്തെങ്കിലുമൊക്കെ സെല്ല് ചെയ്യാൻ പറ്റുമെന്ന് വിചാരിച്ചിട്ട് തന്നെ ഈ കാര്യങ്ങളൊക്കെ ഒരു പോസിറ്റീവ് ആവും. പിന്നെ അതേപോലെ വേറെന്തോ ഒരു ചോദ്യം ഇന്നലെ വന്ന്, അതായത് ഈ കുടിൽ വ്യവസായമുള്ള ആളുകൾക്ക് ഇതിലെങ്ങനെ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റും. അയാളെ ഭർത്താവായിരിക്കും ഈ കുടിൽ വ്യവസായം നടത്തുന്നുണ്ടാവും. വീട്ടിൽ നിന്ന് ചെരുപ്പ് ഉണ്ടാക്കുന്ന ആൾക്കാരുണ്ട്, ഓക്കെ, വീട്ടിൽ നിന്ന് പപ്പടം ഉണ്ടാക്കുന്ന ആൾക്കാർ, അങ്ങനെ കുറേ കാര്യങ്ങൾ, പലഹാരങ്ങൾ പാക്ക് ചെയ്യുന്ന ആൾക്കാരുണ്ട്. അവരെങ്ങനെ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ? എൻ്റെ ഹസ്ബൻഡാണ് ഹസ്ബൻഡിൻ്റെ വർക്കാണ്, വൈഫ് അതിൽ ജോയിൻ ചെയ്താൽ മതിയല്ലോ. വൈഫ് ഈസ് എ മാർക്കറ്റ് അല്ലെ സെയിൽസ് എക്സിക്യൂട്ടീവ് പോലെ അയാൾ ഈ പ്രൊഡക്റ്റിനെ സെല്ല് ചെയ്താൽ മതിയല്ലോ. ഏറ്റവും ഭംഗിയായിട്ട്, അതായത് ഒരു സ്ത്രീയിലൂടെ, അതായത് നമ്മൾ ഇത് ഒരു വിമൻ എംപവർമെൻറ്റും കൂടെ ഉദ്ദേശിച്ചിട്ടുള്ള ഒരു സംഗതിയാണ്. അതായത് ഒരു ഫിനാൻഷ്യൽ ഫ്രീഡം ഒരു സ്ത്രീക്ക് കിട്ടുന്നത് വഴി ഒരു സൊസൈറ്റി കുറച്ചും കൂടെ സ്ട്രെങ്തൻ ചെയ്യാൻ വേണ്ടി പറ്റും. വിമൻ എംപവർമെൻറ്റ് നമുക്ക് ഈസി ആയിട്ട് നടത്താൻ വേണ്ടി പറ്റും. ഒരു സ്ത്രീ ശാക്തീകരിക്കപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ കുടുംബം ശാക്തീകരിക്കപ്പെടുന്നു എന്നുള്ളതാണ്. ഞാൻ നല്ലൊരു വീഡിയോ കണ്ട്, മറ്റേ ചൈനൻ്റെ ഒരു പാത്രം, ഓക്കെ, ഇവിടെ ഉള്ള ഒരു ഹൈപ്പർ മാർക്കറ്റിൽ പോയിട്ട് ഒരു ചൈനീസ് ഈ പെണ്ണ് ചോദിക്കുകയാണ് ഈ പാത്രത്തിന് എത്ര വില, ഈ പാത്രത്തിന്. അപ്പോൾ അവർ പറഞ്ഞ് ഈ പാത്രത്തിന് 15 ദിറംസാണ്. 15 ദിറംസ് എന്ന് പറഞ്ഞാൽ അറൗണ്ട് ഇറ്റ്സ് ലൈക്ക് ഒരു $4, $4 വരും. അപ്പോൾ അവർ പറയുന്നത് എന്താ അറിയാം, ഇത് എൻ്റെ നാട്ടിൽ 20 സെൻറ്റേ ഉള്ളൂ, മീൻസ് 20 സെൻറ്റ് മാത്രമേ ഉള്ളൂ ഈ പാത്രത്തിന് എൻ്റെ നാട്ടിൽ. അപ്പോൾ അതെന്തുകൊണ്ടാണ്? അവരെല്ലാവരും വീട്ടിൽ നിന്നാണ് കൂടുതൽ പ്രൊഡക്ഷനും. അതായത് ചൈനനെ നമ്മൾ വളരെ കോപ്പി ചെയ്യേണ്ട ഒരു സംഭവമാണ്. ഈ ഓരോ വീടും
ഓരോ വീട്ടിലും കുടിൽ വ്യവസായം പോലെ ഓരോ പ്രൊഡക്റ്റുകൾ, ഓരോ വീടും ഒരു ഹബ്ബാണ്. ഓരോ വീടും ഓരോ ഹബ്ബാണ്. അതേപോലെ നമ്മുടെ കേരളത്തിന് ആക്കാൻ പറ്റും. നമ്മുടെ ഡ്രീം അതാണ്. കാരണം നമ്മൾ ഇതിലൊരു സോഷ്യൽ കമ്മിറ്റ്മെന്റ് ഉണ്ട്. ബിസിനസ്സിനേക്കാളും കൂടുതൽ സോഷ്യൽ കമ്മിറ്റ്മെന്റ് ഉണ്ട്. നമുക്ക് അങ്ങനെ തന്നെ പറയാം. നമുക്ക് ലാഭം കിട്ടുന്നുണ്ട് നമ്മൾ തുടക്കത്തിൽ പറഞ്ഞു, നമുക്ക് ലാഭമുണ്ട്. പക്ഷേ ഇതൊരു സോഷ്യൽ കമ്മിറ്റ്മെന്റ് കൂടിയാണ്. നമ്മൾ ചെയ്യുന്നത് വെറുതെ ഒരു പ്ലാറ്റ്ഫോം വെറുതെ ഒരു ബിസിനസ് ആക്കി കൊടുക്കല്ല. ഓരോ ആളുകൾക്കും ഏൺ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. നമ്മൾ പറഞ്ഞ അപ്പോൾ എല്ലാവരും ചോദിക്കുന്ന ഒരു ചോദ്യം ഉണ്ടാവും, സോഷ്യൽ മീഡിയ അല്ലേ ബാക്കിയുള്ള, അതിനും നമ്മൾ ആൻസർ പറഞ്ഞു. അതായത് സോഷ്യൽ മീഡിയയിൽ ചിലപ്പോൾ ജയ്സലിന്റെ വീഡിയോ കാണുന്നത്, ജയ്സൽ ദുബായിൽ നിന്നായിരിക്കും വീഡിയോ ചെയ്യുന്നുണ്ടാവും, കോഴിക്കോടുള്ള ആൾക്കാരായിരിക്കും ഈ വീഡിയോ കാണുന്നുണ്ടാവും. ജയ്സലിന് ദുബായിൽ എന്തെങ്കിലും വിൽക്കാൻ പറ്റുമോ? പറ്റൂല. ദുബായിൽ തന്നെ ജയ്സലിന് ആൾക്കാരുണ്ടെങ്കിൽ ജയ്സലിന് എന്ത് ചെയ്യാൻ പറ്റും? ദുബായിൽ സെല് ചെയ്യാൻ പറ്റും. അതാണ് നമ്മൾ കൊടുക്കുന്നത്. അവരെ ലൊക്കേഷനിൽ അവർക്ക് കസ്റ്റമർ ഉണ്ടാക്കി കൊടുക്കും. അപ്പോൾ നമ്മളെ മാംസൻ വോയിസിൻ്റെ ടീമിൻ്റെ ഉത്തരവാദിത്തം എന്താ അറിയോ? അഖിലിൻ്റെ സൈഡിൽ നിന്ന് പറയുകയാണെങ്കിൽ അഖിൽ ചെയ്യേണ്ടത് ഇതിനുള്ള ഫെസിലിറ്റീസ് അവർക്ക് ഏറ്റവും സിമ്പിളായിട്ട് യൂസ് ചെയ്യാൻ പറ്റുക, ഇങ്ങനെ കാര്യങ്ങളാണ്. എൻ്റെ സൈഡിൽ നിന്ന് അല്ലെങ്കിൽ നമ്മളെ മാനേജ്മെൻറ്റ് സൈഡിൽ നിന്ന് എന്താ നമ്മൾ ചെയ്യേണ്ടതുള്ളത്? അവർക്ക് കസ്റ്റമർ ഉണ്ടാക്കി കൊടുക്കുക. ഇത് രണ്ടും നമ്മൾ ഓഫർ ചെയ്യുക. ഇത് രണ്ടും നമ്മൾ തരാൻ റെഡിയാണ്. നിങ്ങൾ എന്ത് ചെയ്താൽ മതി? ഇന്ന് മുതൽ ഇറങ്ങിയാൽ മതി. ഒന്ന് ഇറങ്ങിത്തിരിക്കാൻ റെഡിയാണെന്നുണ്ടെങ്കിൽ ഒരു സ്പേസ് ഇവിടെ റെഡിയാണ്, ഒരു പ്ലാറ്റ്ഫോം ഇവിടെ റെഡിയാണ്. അധ്വാനിക്കാനുള്ള ഒരു മാറ്റം വേണമെന്ന് അതിയായ ആഗ്രഹം മനസ്സിലുണ്ടെങ്കിൽ മാറ്റത്തിന് വേണ്ടി ഇറങ്ങിത്തിരിക്കുക, മാറ്റമുണ്ടാകും. ദാറ്റ് ഈസ് ഷുവർ. ഒരു കമ്മ്യൂണിറ്റിയുടെ കാര്യം പറയാൻ പറ്റും. അതായത് നമ്മളൊരു വാട്സപ്പ് കമ്മ്യൂണിറ്റി ഉണ്ടാക്കിയിട്ടുണ്ട്. വാട്സപ്പ് കമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞാൽ ഈ ആപ്പിനകത്ത് ഡെയിലി എന്ന് പറഞ്ഞാൽ ചേഞ്ചസും പുതിയ പുതിയ കാര്യങ്ങളും വരുന്നുണ്ട്. ഇത് ഇവരെ അറിഞ്ഞാലേ ഉള്ളൂ ഇവർക്ക് കൂടുതൽ എൻഗേജ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അതിന് നമ്മളൊരു വാട്സപ്പ് കമ്മ്യൂണിറ്റി, അതുപോലെ തന്നെ ഇൻസ്റ്റാഗ്രാം ചാനൽ, ഇൻസ്റ്റാഗ്രാം പേജസ് ഒക്കെ നമ്മൾ വളരെ ആക്റ്റീവായിട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആളുകൾ അതൊന്ന് ഫോളോ ചെയ്താൽ ഇതിനകത്ത് എന്താ നടക്കുന്നത് എന്നുള്ളതും ഇതിൻ്റെ ലേറ്റസ്റ്റ് അപ്ഡേറ്റ് മാക്സിമം ലിവറേജ് ചെയ്തിട്ട്, അതുപോലെ ഹെൽത്ത് സെന്റർ ഉണ്ടല്ലോ, വാട്സപ്പ് തന്നെ അവർക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക, അതൊക്കെ ഉണ്ട് ഇതിൻ്റെ അകത്ത്. അപ്പോൾ എന്ത് സംശയങ്ങളുണ്ടെങ്കിലും നമ്മളോട് പറയണം, ചോദിക്കണം. ഇത് ആരെങ്കിലും പറഞ്ഞിട്ട് ഇതിനകത്ത് ഇതിങ്ങനെയൊന്നും പറ്റൂല എന്ന് പറഞ്ഞു പോകുന്നതിനേക്കാളും നല്ലത് നിങ്ങൾക്ക് ആധികാരികമായിട്ട് നമ്മളോട് ചോദിക്കാം. അതായത് ഡയറക്റ്റ് ചോദിക്കാനുള്ള ഒരു ഓപ്ഷൻ അവിടെ ഉണ്ടായിരിക്കുന്ന സമയത്ത് ആരെങ്കിലും പറഞ്ഞത് കേൾക്കാൻ നിൽക്കണ്ട. കുറെ ആൾക്കാർ ജയ്സൽ ഇതേപോലെ ചോദിച്ചൊരു ചോദ്യമാണ്, ഇതെന്തുകൊണ്ട് മലയാളികൾക്ക് മാത്രം? നമ്മളെ മലയാളികളെ വേൾഡിൽ ഇങ്ങനെ എല്ലാ രാജ്യത്തും ഉള്ളത്, എവിടെ പോയാലും ഒരു മലയാളി. അതെ അതെ, ചന്ദ്രന്റെ കഥ വരെ നമ്മളിപ്പോൾ തമാശയായിട്ട് പറയുന്നതാണ്. അപ്പോൾ മലയാളികൾ എല്ലായിടത്തും ഉണ്ട്. അപ്പോൾ മലയാളികൾ നമ്മളിത് തുടങ്ങാനുള്ള റീസൺ പറയുകയാണെങ്കിൽ, തുടങ്ങാനുള്ള റീസൺ എന്ന് പറഞ്ഞാൽ എനിക്ക് ആ രാജ്യം അറിയില്ല, ആ രാജ്യത്താണ് അവരെത്തിപ്പെട്ടത്. അവരെ ഭർത്താവിൻ്റെ ജോലിയായിട്ട് ബന്ധപ്പെട്ട് അവർ ഫാമിലി അങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്തതാണ്. പക്ഷേ പുള്ളിക്കാരിക്ക് എന്താ അറിയാം, നല്ല കുഴലപ്പം കുറേ കാര്യങ്ങൾ ഇങ്ങനെ പലഹാരങ്ങൾ ഉണ്ടാക്കാൻ അറിയാം. ഇതെവിടെ ഞാൻ സെല്ല് ചെയ്യും? എനിക്ക് ഇൻസ്റ്റാഗ്രാം തുടങ്ങി. ശരിക്കും മൊത്തത്തിൽ പറയല്ലേ ഇപ്പൊ തന്നെ, ഇത് അടുത്ത റീലാ. ഇത് ഈ ഒരു മോംസ് ആൻഡ് വൈഫ്സ് എന്നുള്ള ഒരു ആശയത്തിന്റെ പിന്നിലുള്ള കഥ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നത് പുള്ളിക്ക് ഇങ്ങനെ ഒരു ചിന്ത വന്നതിന്റെ പിന്നിലുള്ള കഥ നമുക്ക് കേൾക്കണ്ടേ? വേണ്ടേ റാസിക്കെ? വേണ്ട അസ്ലാം മാത്രമല്ല, ഓരോരുത്തരും കേൾക്കേണ്ട കഥയാണ്. ആ കഥ വളരെ ഭംഗിയായിട്ട് ഇപ്പൊ പറയണോ കുറച്ച് കഴിഞ്ഞിട്ട് പറയണം? അതെ, ഇതെന്താ ഇത് ഓരോ യൂസ് കേസസ്, ഓരോ പുതിയ പുതിയ സാധനങ്ങൾ കേൾക്കുമ്പോൾ നമ്മളിങ്ങനെ ഭയങ്കര എക്സൈറ്റഡ് ആണ്. സത്യം എക്സൈറ്റ്മെന്റ് നമുക്ക് എന്തായാലും ഡെഫിനറ്റ്ലി ഇതുപോലെ നമുക്ക് ഷെയർ ചെയ്യണം എന്നാണ് വിചാരിക്കുന്നത്. ഇനിയും കൂടുതൽ കഥകളും കൂടുതൽ യൂസ് കേസസും ഇതിനെക്കുറിച്ച് ഇതെങ്ങനെ ബെറ്റർ ആക്കി യൂസ് ചെയ്യാൻ. ഒരു കാര്യം പറയാൻ, ഇനി സി വി അയക്കരുത് കേട്ടോ. കാരണം മാംസൻ വൈസിൽ ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് എനിക്ക് സി വി അയക്കുന്നവരുണ്ട്. സി വി അയക്കരുത്. കാരണം ഇതൊക്കെ നിങ്ങളെ കയ്യിൽ തന്നെ ഉള്ളത്, ഞങ്ങളെ കയ്യിൽ ഒന്നുമല്ല. നിങ്ങൾ തന്നെ വിചാരിച്ച് നിങ്ങൾ തന്നെ ഇറങ്ങിത്തിരിക്കേണ്ട കാര്യം. ജോലി കൊടുക്കുന്നു എന്നുള്ളതല്ല, നിങ്ങൾക്ക് ജോലി ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ ദർ ഇസ് എ പ്ലാറ്റ്ഫോം. നിങ്ങൾക്കത് യൂസ് ചെയ്യാം, ഒരു മാറ്റം കൊണ്ടുവരാം. അല്ലല്ല, ആണുങ്ങളെ ഒഴിവാക്കുക എന്നുള്ള ഒരു കാര്യം ഇതിൻ്റെ അതില്ല. ആണുങ്ങളില്ലാതെ എങ്ങനെയാണ് നമുക്ക് ഇതൊക്കെ നടക്കുക? ഓക്കെ, വീട്ടിലിരിക്കേണ്ടി വരുന്നത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഒന്ന് കുട്ടികളെ പഠനം, അല്ലെങ്കിൽ പെട്ടെന്നൊരു ബേബി ഉണ്ടായി, അല്ലെങ്കിൽ പാരൻസിന് വയ്യാണ്ടൊക്കെ ആയിട്ട് ഒരുപാട് ആൾക്കാർ എനിക്ക് മെസ്സേജ് വരുന്നതുകൊണ്ട് അതൊക്കെ നമ്മളിങ്ങനെ പറയുന്നത്, അല്ലാതെ നമ്മൾ ഇതൊന്നും എക്സ്പീരിയൻസ് ചെയ്തിട്ട് പറയല്ല. പാരൻസിന് വയ്യ, ഇപ്പം നമ്മൾ തന്നെ ഗിവ് അവേയിൽ ഓർമ്മയില്ലേ, നമുക്ക് ഒരാൾക്ക് ട്രാവൽ ചെയ്യാൻ പറ്റില്ല. അവർക്ക് എന്തുകൊണ്ടാണ് ട്രാവൽ ചെയ്യാൻ പറ്റാത്തത്? അവരെ വല്യുപ്പയും വീട്ടിലുണ്ട്. അപ്പോൾ അതുകൊണ്ട് അവർക്ക് പ്രായ ആളുകളുള്ള വീട്ടിലുണ്ട്. സാഹചര്യങ്ങളാണ്. അപ്പോൾ ഓരോ സാഹചര്യങ്ങൾ ഇപ്പം എല്ലാവരും ഭാര്യമാർ പണിക്ക് പോകണ്ടെന്ന് പറയുന്ന പോലെ അല്ല ഉള്ളത്. സാഹചര്യങ്ങളാണ് അവരെ വീട്ടിലേക്ക് ആക്കിയത്. നമ്മൾ ഇതിന് മുമ്പൊക്കെ നമ്മൾ എല്ലാ സമയത്തും പറയുന്നൊരു കാര്യമുണ്ട്, നമ്മളൊക്കെ പഠിക്കുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ മാർക്ക് വാങ്ങിയിരുന്നത് സ്ത്രീകളാണ്. അപ്പോൾ അവരൊക്കെയാണ് എന്ത് ചെയ്തത്, 1ാം റാങ്കുള്ള സ്ത്രീയായിരിക്കും ചിലപ്പോൾ ഒരു 4 കുട്ടികളായിട്ട് വീട്ടിൽ സ്റ്റക്കായി കിടക്കും. അപ്പോൾ അവരൊക്കെ വീട്ടിലായിപ്പോയി എന്നുള്ളൊരു തോന്നൽ അവർക്ക് എപ്പോഴാണ് വരുന്നതെന്ന് അറിയാമോ?
ഒരു സമയം കഴിയുമ്പോൾ വരുന്നത്. ഇപ്പോൾ പിന്നെ ഷെമി കഴിഞ്ഞ ഒരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, കല്യാണം കഴിഞ്ഞ് അങ്ങ് സെറ്റിൽ ആവാം. അത് സെറ്റിൽ ആവാൻ ഉദ്ദേശം എന്താ അറിയോ? കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഭർത്താവിൻ്റെ വീട്ടിൽ പോവുക, ഇരിക്കുക, ഭർത്താവ് കൊണ്ടുവരുന്നത് വാങ്ങുക, ഡ്രസ്സ് വാങ്ങുക, ഇങ്ങനെ ആ ഒരു മെൻറ്റാലിറ്റി അതെ ആ വീട്ടമ്മ മൂഡ് കുറച്ച് ആൾക്കാർക്ക് ഉണ്ട്. അത് പിന്നെ അവർക്ക് എപ്പോഴാണ് തിരിച്ചറിവ് വരിക എന്നറിയോ? ഇവരൊരു സമയം കഴിയുമ്പോൾ ഒരു സർട്ടൺ ടൈം കഴിയുമ്പം അവർക്ക് തന്നെ തോന്നും, എനിക്കൊരു വരുമാനം ഉണ്ടായിരുന്നെങ്കിൽ ഇങ്ങനെ ഡെയിലി മൂപ്പരെടുത്ത് ഇങ്ങനെ ക്യാഷിന് ഉപയോഗിക്കേണ്ടായിരുന്നു, അല്ലെ എനിക്കൊരു ആവശ്യം വരുന്നേരം, അല്ലെ അവരെ ഉമ്മക്കും ഉപ്പക്കും അല്ലെങ്കിൽ അവരെ അമ്മക്കും അച്ഛനും ഒരു ബുദ്ധിമുട്ട് വരുന്നേരം അവർക്ക് ഇവരെ സഹായിക്കാൻ കഴിയൂല. മീൻസ് ഭർത്താവിനോടൊക്കെ ചോദിക്കുന്നതിന് ഒരു ലിമിറ്റ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് പിന്നെ പുരുഷന്മാർ ഇതിൻ്റെ അകത്തുനിന്ന് ഒഴിവാക്കിയല്ലോ. പുരുഷന്മാരുണ്ടായാലേ ഈ പ്ലാറ്റ്ഫോം വർക്ക് ആവും. ആരാ വാങ്ങിക്കേണ്ടത് ആരാണ്? പുരുഷന്മാർ പറയണം, എനിക്ക് പിന്നെ ഈ മറ്റേ എന്താ പറയുക, ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞോണം വീട്ടിലുണ്ടാക്കുന്ന കുറച്ച് പച്ചക്കറി എനിക്ക് വേണമെന്ന് തീരുമാനം എടുക്കേണ്ടി പുരുഷന്മാരാണ്. ആ സാധനം അതായത് ഇപ്പം ചില ആൾക്കാർ വിചാരിക്കും ഞാൻ കല്യാണം കഴിച്ചില്ലല്ലോ, ഞാനിപ്പോ എന്താ ചെയ്യാ പോലത്തെ അവർക്ക് സിസ്റ്റേഴ്സ് ഉണ്ട്, അവരെ പിന്നെ അമ്മമാരുണ്ടാവും, ഇവരൊക്കെ എംപവർ ചെയ്യാനും കൂടി അവർക്ക് യൂസ് ചെയ്യാം. ഇവരെ എനേബിൾ ചെയ്യുമ്പോൾ നമ്മളെ പിന്നെ ഇപ്പൊ ദുബായിലൊക്കെ ജീവിക്കുന്ന ആൾക്കാരിൽ വീട്ടിൽ 2 പേരും 3 പേരൊക്കെ വർക്ക് ചെയ്യുന്നുണ്ടാവും. പക്ഷെ നമ്മുടെ നാട്ടിലെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വീട്ടിൽ ഒരാൾ വർക്ക് ചെയ്തിട്ട് ബാക്കി 4 ആളെ വളർത്തിക്കൊണ്ടിരാണ്. അപ്പം ഇതിനകത്തൊരു 2 or 3 വീട്ടിലുള്ള പിന്നെ ലേഡീസും കൂടി കോൺട്രിബ്യൂട്ട് ചെയ്യുകയാണെങ്കിൽ ആ ഒരാൾക്ക് വരുന്ന ഒരു സ്ട്രെസ്സും അതുപോലെ തന്നെ ഉണ്ടാകുന്ന ഒരു പ്രഷറും ഒക്കെ പുരുഷന്മാരെ നമ്മൾ നേരത്തെ ഇപ്പോൾ വാസ്ലാൻ ചോദിച്ചോണം, പുരുഷന്മാരെ ഭാരം കൂടിയാണ് കുറയുന്നത്. പുരുഷന്മാരെ എല്ലാവരും ഹാപ്പി ആവട്ടെ. ഇവിടെ ആരെയും ഒഴിവാക്കുന്ന കാര്യമല്ല സംഗതി. നമുക്ക് ഈ ഒരു ആപ്പിൽ ഇതിങ്ങനെ ഒരു മാർക്കറ്റ് സ്പേസ് വരുന്ന സമയത്ത് ഈ ഒരു സ്പേസിൽ സാധനം വാങ്ങിക്കാൻ ആൾ വേണ്ടേ? പിന്നെ പോരാത്തിന് നേരത്തെ അഖിൽ ഭായി പറഞ്ഞതാണ് ഇതിന്റെ ഏറ്റവും വലിയ രസമുള്ള സംഗതി, ഉള്ള ഭാരം കുറച്ചുകൂടെ ഭംഗിയായിട്ടൊന്ന് പറഞ്ഞു കിട്ടും. അത്രേ ഉള്ളൂ. അപ്പം പിന്നെ അത് മാത്രമല്ല സന്തോഷം. അതായത് ഞാൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയൊരു പൈസക്ക് എനിക്ക് ഞാനൊരു വണ്ടി വാങ്ങുന്നതോ അല്ലെങ്കിൽ ഞാനൊരു സാധനം വാങ്ങുന്നതോ എനിക്ക് കിട്ടുന്ന എക്സൈറ്റ്മെന്റ് ഇല്ലേ, ഈ എക്സൈറ്റ്മെന്റ് എല്ലാവർക്കും വേണ്ടേ? നയിച്ച് കിട്ടുന്ന പൈസയിൽ ഒരു മിഠായി വാങ്ങുന്ന ഒരു സന്തോഷം. നമ്മള് നവ്യ നേരം എന്ന് പറഞ്ഞൊരു കാര്യമുണ്ട്, മോംസ് ആൻഡ് വൈഫ്സ് എന്ന് പറഞ്ഞൊരു പേരിന്റെ ഒരു കൺഫ്യൂഷൻ. അതായത് അമ്മമാർക്കും ഭാര്യമാർക്കും മാത്രമായി പോയോ എന്നുള്ളത്. നമ്മൾ നേരത്തെ പറഞ്ഞ അതേപോലെയാണ്, നമ്മൾ ഒരാൾ കല്യാണം കഴിക്കുന്നതിന് മുമ്പ് അയാൾ ജോലിക്കൊക്കെ പോകും, സ്ത്രീകളാണെങ്കിൽ ജോലിക്ക് പോകും. ഇതൊക്കെ സംഭവിക്കുന്നത് എന്താ അറിയാമോ? ഒരു ഭാര്യ ആവുക അല്ലെങ്കിൽ അമ്മ ആയ ഇങ്ങനെ ഒരു സംഭവം വരുന്നവരാണ് ചില ആളുകൾ ഏറ്റവും ഇമ്പോർട്ടന്റ് നമ്മൾ കൺസിഡർ ചെയ്യുന്ന ഒരു ടേണിംഗ് പോയിന്റിലാണ് ഇത് സ്റ്റെക്കായി പോണത്. അവരെ വരുമാനം സ്റ്റെക്കായി പോണത്. ഓക്കെ, ആ ഒരു ഗ്രൂപ്പിനെ നമ്മൾ അഡ്രസ് ചെയ്യാന്നുള്ള രീതിയിലും നല്ലൊരു ക്യാച്ചി ആയിട്ടുള്ള ഒരു പേരും കണക്ട് ചെയ്യാൻ പറ്റിയ പേര് സ്ത്രീകൾക്കുള്ളതാണ്. അതായത് സ്ത്രീകൾക്കുള്ളതാണ്. പേര് എങ്ങനെ ഇട്ടിട്ടുണ്ടെങ്കിൽ എല്ലാ സ്ത്രീകൾക്കും ഇത് എങ്ങനെ വേണമെങ്കിലും യൂസ് ചെയ്യാം. അതായത് അവർക്ക് അവരുടെ സ്കില്ല് ഷോക്കേസ് ചെയ്ത് സെല്ല് ചെയ്യുക എന്ന് തന്നെ. അതായത് അവർക്ക് വരുമാനം ഉണ്ടാക്കുക. എല്ലാ മാസവും ഒരു നിശ്ചിത വരുമാനം, അല്ലെങ്കിൽ വരുമാനത്തിന് ലിമിറ്റും ഇല്ല കേട്ടോ. ഒരാൾ അധ്വാനിക്കാൻ ഇറങ്ങിക്കഴിഞ്ഞാൽ ഒരു ലിമിറ്റും ഇല്ല. സ്കൈ ഈസ് ദ ലിമിറ്റ്. അതെ അതെ. നമ്മൾ പറയുന്ന കാര്യം എത്രയേ ഉള്ളൂ. ഇതുവരെ ഹൗസ് വൈഫ് അല്ലെങ്കിൽ ഹോം മേക്കർ എന്ന് വിളിച്ചിരുന്ന ആൾക്കാരിന്ന് ഹോം മേക്കർ എന്നുള്ള പേര് വെട്ടിയിട്ട് ഹോം ഓൺട്രപ്രണർ എന്ന രീതിയിലേക്ക് നമ്മൾ അവരെ അപ്ലിഫ്റ്റ് ചെയ്യുകയാണ്. ഈ ഒരു യാത്രയിൽ കൂടുകയാണെന്നുണ്ടെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് കളറാക്കാം. അതെ അതെ, അത്രേ ഉള്ളൂ. കളർഫുൾ ആവട്ടെ ലൈഫ്. ജെയ്സിലാണ് എൻ്റെ കൂടെ 2 പേർ, മിസ്റ്റർ ദിൽഷാദ് ആൻഡ് മിസ്റ്റർ അഖിൽ. താങ്ക് യു സോ മച്ച്.